ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജ്വല്ലറിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ചെയ്യുന്നത്. ഒരു ജ്വല്ലറി ഡിസ്പ്ലേ സ്റ്റാൻഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പെട്ടിയിൽ അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൊരു കഷ്ണമാണ്. പിന്നെ ഇതേപോലത്തെ ഒരു വെൽവെറ്റ് മോഡലിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ റെഡ്, ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ ഫെവിക്രിലിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഒട്ടിക്കുന്ന ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിൽ ഒട്ടിക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ന്യൂസ് പേപ്പറിൽ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പ് നമുക്ക് വെട്ടിയെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതിനി ഈ കാർഡ്ബോർഡ് കഷ്ണത്തിൽ വെച്ചിട്ട് ബോർഡർ ഒന്ന് വരച്ചെടുക്കാം. ഈ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കാർഡ്ബോർഡിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാർഡ്ബോർഡ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാർഡ്ബോർഡ് വെച്ച് തന്നെ ഇതേപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ കാർഡ്ബോർഡ്, വലിയ കാർഡ്ബോർഡ് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ 2 സൈഡിലായിട്ട് 2 വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാർഡ്ബോർഡ് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 2 വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതുപോലെ സെൻറ്ററിൽ ആ കട്ടിയുള്ള കാർഡ്ബോർഡും വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഈ സൈഡിലുള്ള കാർഡ്ബോർഡ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ കർവ് അനുസരിച്ച് വലിയ കാർഡ്ബോർഡ് വളച്ച് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷേപ്പ് എങ്കിലേ കിട്ടത്തുള്ളൂ. ഇതുപോലെ വളച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക.
ഏറ്റവും താഴെ ബേസായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ടോപ്പിൽ ഒരു നെക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് വെട്ടി അതിൻ്റെ മുകളിൽ സർക്കിൾ ഷേപ്പിൽ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. അത് ഏറ്റവും മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഈ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ അല്ലെങ്കിൽ B7000 ഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പോലെ ഒട്ടിക്കാം. റൗണ്ട് ഷേപ്പൊക്കെ വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ക്ലോത്ത് ഒന്ന് വെട്ടി കൊടുത്ത് വേണം ഒട്ടിക്കാനായിട്ട്, എങ്കിൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡിസ്പ്ലേ സ്റ്റാൻഡ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ജ്വല്ലറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എക്സിബിഷനായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.